പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മലവാഴ ചാനൽ ഈ അതിരാവിലെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കതിരൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുപ്രസിദ്ധ കൊടും കുറ്റവാളി സുന്ദര പാണ്ഡ്യൻ ജയിൽ ചാടിയിരിക്കുന്നു. 5 മീറ്റർ ഉയരമുള്ള മതിലും അതിനു മുകളിലെ ഇലക്ട്രിക് ഫെൻസിങ്ങും ചാടിക്കടന്നാണ് സുന്ദര പാണ്ഡ്യൻ ജയിൽ ചാടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കേവലം 19 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സുന്ദര പാണ്ഡ്യൻ എന്ന കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. നിരവധി കേസുകളിലെ പ്രതിയായ കൊടും കുറ്റവാളി പുറത്തിറങ്ങിയതോടുകൂടി അമ്മപങ്ങന്മാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത കേരളത്തെയാണ് നമുക്കിനി ഈ മണിക്കൂറുകളിൽ കാണേണ്ടി വരിക. ജയിലിലെ സുഖ സൗകര്യങ്ങളിൽ ആറാടി മട്ടനും ചിക്കനും ബീഫും ഒക്കെ തിന്ന് തടിച്ചു കൊഴുത്ത രാജാന ബാഹുവിനെ പോലെ ആയിരിക്കുന്ന സുന്ദര പാണ്ഡ്യനെ പിടികൂടുന്നത് കേരള പോലീസിനൊരു കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ആക്രമണകാരിയും ആജാന ബാഹുവുമായ ഇയാളുടെ മുമ്പിൽ പെട്ടുപോകാതിരിക്കുവാനുള്ള അതീവ ശ്രദ്ധയും ജാഗ്രതയുമാണ് ഇനി നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ടത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇതിനിടയിൽ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. കതിരൂർ തലപ്പാവ് ഭാഗത്ത് നിന്ന് സുന്ദര പാണ്ഡ്യനെ കണ്ടതായി ചില ആളുകൾ പറഞ്ഞതായി നമ്മൾ അറിയുന്നു. നമ്മുടെ പ്രതിനിധി ശ്രീ അമൽ കൃഷ്ണൻ അവിടെയുണ്ട്. പ്രിയപ്പെട്ട അമൽ, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ? അഖിലേഷ് സാർ, സുന്ദര പാണ്ഡ്യനെ അല്പം മുമ്പ് ഈ പ്രദേശത്ത് കണ്ടതായി ഇവിടെ തന്നെ ചായക്കട നടന്ന ഒരു വ്യക്തി നമ്മളോട് അല്പം മുമ്പ് പ്രതികരിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ പ്രദേശമാകെ പോലീസ് വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് സാർ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശരി സാർ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയാണ് സാർ. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അമൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ അവിടേക്ക് ഓടിക്കോളൂ. നമ്മുടെ ക്യാമറമാൻ ശരത്തിനെയും കൂടെ കൂട്ടിക്കോളൂ. ശരത്തിനോട് ക്യാമറ ഓൺ ചെയ്ത് തന്നെ കൂടെ ഓടിക്കോളാൻ പറയൂ. എവിടെ ശരത്ത്? എവിടെ? കിട്ടി സാറേ, കിട്ടി. കിട്ടിയിരിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, കിട്ടിയിരിക്കുന്നു. ഇത് മലവാഴയിൽ മാത്രമുള്ള ബ്രേക്കിംഗ്, സൂപ്പർ ബ്രേക്കിംഗ്, ബിഗ് ബ്രേക്കിംഗ്. പ്രേക്ഷകരെ, നിങ്ങൾ കാത്തിരുന്ന കൊടിയ കുറ്റവാളി സുന്ദര പാണ്ഡ്യനെ പിടിച്ചിരിക്കുന്നു, പിടിയിലായിരിക്കുന്നു. ഇത് മലവാഴയ്ക്ക് മാത്രമുള്ള സുന്ദര ബ്രേക്കിംഗ്. പറയൂ അമൽ, ആജാനബാഹുവായ സുന്ദര പാണ്ഡ്യനെ എങ്ങനെയാണ് പോലീസ് പിടികൂടിയത്? പോലീസാണോ പിടികൂടിയത്, അതോ നാട്ടുകാരാണോ പിടികൂടിയത്? പറയൂ സാറേ. നമ്മുടെ ക്യാമറമാൻ ശരത്തിനെ കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. എങ്കിൽ ക്യാമറയുമായി അവരുടെ പിറകെ പോകാൻ പറയൂ. പ്രിയ പ്രേക്ഷകരെ, സുന്ദര പാണ്ഡ്യനെ പിടിച്ചിട്ടില്ല. പോലീസ് ഇതുവരെ പിടിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും പോലീസിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാവാനാണ് സാധ്യത എന്ന് നമ്മുടെ ചാനലിന്റെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെ, സാർ കിട്ടിയിരിക്കുന്നു. അഖിലേഷ് സാർ കിട്ടിയിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ കൊടും കുറ്റവാളി ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും കിട്ടിയിരിക്കുകയാണ്. ശരത്ത് എവിടെ അമൽ? ശരത്ത് എവിടെ? ക്യാമറയുമായി കിണറ്റിലേക്ക് ചാടാൻ പറയൂ. പ്രിയപ്പെട്ടവരെ, ബിഗ് ബ്രേക്കിംഗ് വീണ്ടും ഞങ്ങൾ പറയുന്നു, മലവാഴ പറയുന്നു, സുന്ദര പാണ്ഡ്യൻ പിടിയിലായിരിക്കുന്നു. എക്സ്ക്ലൂസീവ് വിഷ്വൽസ്. അഖിലേഷ് സാർ, നമുക്കിവിടെ യുവജന വിഭാഗം നേതാവും ജനാധിപത്യ സംരക്ഷകനുമായ ശ്രീ നിശാന്ത് പൂക്കുറ്റിയെ ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പൂക്കുറ്റിയിലേക്ക് പോകൂ. ഇത്രയും വലിയ വിഷയത്തിൽ പൂക്കുറ്റിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ. പൂക്കുറ്റിയുടെ പ്രതികരണം അറിയട്ടെ. കൊടിയ അനാസ്ഥയല്ലേ, ഗുരുതരമായ വീഴ്ചയാണ്. ജയിലിൽ കിടക്കുന്ന ഇവർക്കെതിരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് പേര് ഈ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അവരെ ഒറ്റപ്പെടുത്തണം. ജയിലിൽ കിടന്ന് ഇറച്ചിയും മുട്ടയും കഴിച്ച് കൊഴുത്ത് കടിച്ച ഇവനെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് വെച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് തയ്യാറാവണം. അഖിൽ, കിണറ്റിലെ വിഷ്വലിലേക്ക് പോകൂ. എങ്ങനെയാണ് സുന്ദര പാണ്ഡ്യനെ പുറത്തെടുക്കുന്നത്? എന്തുപകരണമാണ് ഉപയോഗിക്കുന്നത്? JCB ആണോ, ഹിറ്റാച്ചി ആണോ, ട്രെയിൻ ആണോ, എന്താണ് ഉപയോഗിക്കുന്നത്? ആ വിഷ്വലിലേക്ക് പോകൂ. സാർ, 2 പേര് ചേർന്ന് ഒരു പക്കിയെ തൂക്കിയെടുക്കുന്നതിന്റെ കൂട്ട് പൊക്കിയെടുത്ത് വെളിയിൽ വെച്ചിരിക്കുകയാണ് സാർ ഈ സുന്ദര പാണ്ഡ്യൻ എന്ന ഈ കൊടും ക്രിമിനലിനെ. ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത് മാസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ രൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അരമുറി ചപ്പാത്തിയും 1/2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് ചായയും 1 ഗ്ലാസ് കഞ്ഞവെള്ളവും 1 മുറി ബ്രെഡും മാത്രമായിരുന്നു കഴിഞ്ഞ 10 മാസക്കാലമായി സുന്ദര പാണ്ഡ്യൻ കഴിച്ചിരുന്നതെന്ന് നമ്മളിപ്പോൾ അറിയേണ്ടിയിരിക്കുന്നു.